1, 2 സാധനങ്ങൾ മാത്രം കൃഷി ചെയ്തിട്ട് പരീക്ഷിച്ചിരുന്നതാണ് ട്ടോ എൻ്റെ ഉമ്മ. പക്ഷേ ഇപ്പം നമ്മളെ വീട്ടിൽ അത്യാവശ്യം പച്ചക്കറി തൈകളൊക്കെ ഉണ്ട് ട്ടോ. ആദ്യ കാലഘട്ടത്തിലൊക്കെ ഉമ്മ ഒന്നിരിക്കെ ചീര മാത്രം അല്ലെങ്കിൽ മരച്ചീനി മാത്രം, പിന്നെ ഒരു സമയത്ത് ഉമ്മ തക്കാളി മാത്രം അങ്ങനെ കൃഷി ചെയ്തിരുന്നു ട്ടോ. പക്ഷേ എന്ത് കൃഷി ചെയ്യുമ്പോഴും നമ്മളെ വീട്ടിൽ മെയിനായിട്ട് ഉണ്ടാവുന്ന സാധനമാണ് ഈ പുതിന എന്ന് പറയുന്നത്. പുതിനയുടെ ഇല ഇല്ലാണ്ട് നമ്മളെ വീട്ടിൽ ഒരു കറിയും നടക്കില്ല ട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ എന്ത് നോൺ വെജ് ഉണ്ടാക്കുമ്പോഴും അതിൽക്കൊക്കെ നമ്മൾ ഈ പുതിനയുടെ ഇല ഇട്ട് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിൽ എപ്പോഴും പുതിന തൈകൾ ഉണ്ടാവാറുണ്ട് ട്ടോ. ഒരു 6 മാസമായിട്ട് നിരന്തരമായിട്ട് നമ്മളെ വീട്ടിൽ പുതിന പിടിക്കാണ്ടായ ഒരു സമയം ഉണ്ടായിരുന്നു ട്ടോ. അപ്പോൾ ഉമ്മാക്ക് നല്ല ടെൻഷനായിരുന്നു. ഇനി കുറച്ച് നാളും കൂടി കഴിഞ്ഞാൽ നോമ്പ് വരില്ലേ, അപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ട്ടോ. അങ്ങനെ ഉമ്മ ഇപ്പോൾ ഇപ്രാവശ്യം നട്ട് പിടിപ്പിച്ചത് പുതിന തൈകളാണ് ട്ടോ ഈ കാണുന്നതൊക്കെ. പെട്ടെന്ന് പിടിക്കും ട്ടോ. നല്ല അടിപൊളി വളക്കൂറുള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ പുതിന പെട്ടെന്ന് പിടിക്കും. ഇതുപോലെ നമുക്ക് പെട്ടെന്ന് വിളവെടുക്കാനും പറ്റും ട്ടോ. നല്ല ഫ്രഷ് ഇല കിട്ടും നമ്മൾ വീട്ടിൽ തന്നെ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്